ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 14-ാം അധ്യായം. ഇവിടെ പറയുന്ന കാര്യം 2 ശമൂവേൽ 5:11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനു മുൻപ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടിയ സംഭവം ദിനവൃത്താന്തകാരൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതായത് ടൈറിലെ രാജാവായ ഹീരാം ദാവീദ് കൊട്ടാരം പണിയുമ്പോൾ അദ്ദേഹത്തിന് ദേവദാരുവിൻ്റെ മരം കൊടുക്കുന്നു. അക്കാലങ്ങളിൽ ആ പ്രദേശത്തെ ഏറ്റവും ബലമുള്ളതും മനോഹരവുമായ തടികളാണ് ദേവദാരുവിൻ്റെ തടികളെന്ന് പറയുന്നത്. ദാവീദ് രാജാവിൻ്റെ കൊട്ടാരം പണിയാൻ കൊടുക്കുന്നതിന് ശേഷം പിന്നീട് യെരുശലേം ദേവാലയം മോടി പിടിപ്പിക്കാനും കൊടുത്ത കാര്യം പിന്നീട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ദാവീദ് തൻ്റെ കൊട്ടാരം മുഴുവൻ അതിമനോഹരമായി അദ്ദേഹം അവിടെ പണിയുകയാണ്. അപ്പം കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം തനിക്ക് സ്ഥിരമായി തന്നു എന്ന് ദാവീദ് മനസ്സിലാക്കുന്നു. തനിക്കിപ്പോൾ ഭീഷണിയൊന്നുമില്ല. തനിക്ക് ഭീഷണി ഉണ്ടായിരുന്നത് പ്രധാനമായി സൗൽ രാജാവിൽ നിന്നാണല്ലോ. അദ്ദേഹം മരിച്ചു. ഇനി പുറത്തു നിന്നുള്ള ആക്രമണം വന്നാൽ അതിനെ ചെറുക്കാൻ സാധിക്കും. എന്നാൽ അകത്തു നിന്ന് ശത്രുത ഉണ്ടാകുമ്പോഴാണ് ബുദ്ധിമുട്ടുന്നത്. ആദിമസഭയിൽ പുറത്തുനിന്ന് ധാരാളം പ്രതിസന്ധികളെ സഭയ്ക്ക് നേരിടേണ്ടി വന്നു. ധാരാളം വിശ്വാസികൾ ആ കാലങ്ങളിൽ വധിക്കപ്പെട്ടു, രക്തസാക്ഷികളായി. അവർക്ക് സ്ഥിരമായി താമസിക്കുവാനോ ആരാധിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അന്ന് വിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. എന്നാൽ ക്രിസ്ത്യന്തീനോസ് ചക്രവർത്തി ക്രിസ്ത്യാനി ആയതോടുകൂടി സഭ രാജകീയ അധികാരത്തോടെ വന്നു. പിന്നീടാണ് സഭയിലെ വാസ്തവത്തിൽ കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ ആരംഭിച്ചത്. അതോടുകൂടി പിന്നെ സഭകളിൽ എല്ലാം ഛിന്ന ഭിന്നമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേറിട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു കുടുംബത്തിലായാലും അപ്രകാരം തന്നെയാണ്. അതോടെ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒരു ഭവനം തന്നിൽ തന്നെ ചിത്രിക്കുന്നുവെങ്കിൽ അതിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിക്കുന്നുവെങ്കിൽ അതിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. പുറത്തു നിന്നുള്ള ആക്രമണത്തെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. പക്ഷേ അകത്തു നിന്നുള്ള ആക്രമണത്തെയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത്. അവിടെയാണ് പ്രശ്നം. ആദിമസഭയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ട് സഭ ഒരു പരിധിവരെ സംരക്ഷിതമായിരുന്നു വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിൽ. എന്നാൽ സഭ രാജകീയമായതോടുകൂടി തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ഒരു സാധാരണ സംഭവമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുറത്തു നിന്ന് സഭയ്ക്ക് വലിയ പ്രതിസന്ധികളില്ല. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ സഭ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അകത്തു നിന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടേണ്ടതായ സംഭവം. അവിടെയാണ് നമ്മൾ ആ പിശാചിനെ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത്. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഫെലിസ്ത്യര് ദാവീദ് ഇസ്രായേലിലെ രാജാവായി എന്ന് കേട്ടപ്പോൾ അവർ ദാവീദിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവർ വലിയ സൈന്യമാണ്. നമ്മൾ വായിക്കുന്നത്, ദാവീദ് ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുകയാണ്. ദൈവമേ, ഞാൻ ഇവരോട് യുദ്ധം ചെയ്യണോ? ഞാൻ യുദ്ധം ചെയ്താൽ ജയിക്കാൻ സാധ്യതയുണ്ടോ? അവിടുന്ന് എന്നോട് അരുളി ചെയ്യണം. ദൈവം ദാവീദിനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യുക, നീ ജയിക്കും. അപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദാവീദ് യുദ്ധം ചെയ്യുകയും ഫെലിസ്ത്യരെ ജയിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അവർ വന്ന് ഇസ്രായേലിലെ താഴ്വരകളെ ആക്രമിക്കുന്നു. അന്നേരവും ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
അപ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ബാൽസാ മരങ്ങളുടെ സമീപത്ത് വെച്ച് നീ അവരോട് യുദ്ധം ചെയ്തുകൊള്ളാം. യഹോവ നിനക്ക് മുൻപേ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ദൈവം നിനക്ക് മുൻപേ പോയി യുദ്ധം ചെയ്യും. ദാവീദ് ഇതിനു മുമ്പ് ആദ്യം ജയിച്ചപ്പോൾ പറഞ്ഞത്, വലിയ വെള്ളപ്പൊക്കത്തിൽ ഒരു ചിറ വന്ന് നിൽക്കുന്നത് പോലെ ദൈവം എനിക്ക് സംരക്ഷകനായി നിന്നു ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിലെന്നാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും അനുഗ്രഹവും ഇതായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്തു വന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാവീദ് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചു. പ്രതിസന്ധികൾ ധാരാളമുണ്ട്, ശത്രുതയുമുണ്ട്. പക്ഷേ അവൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് കൊണ്ട് ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൈവം തന്നെയാണ്. നമുക്ക് വേണ്ടിയും യുദ്ധം, ഇന്നത്തെ യുദ്ധം നമുക്കറിയാം മനുഷ്യനോടല്ലല്ലോ, പിശാചിനോടാണ്. ആ യുദ്ധത്തിലും ദൈവം നമ്മോടുകൂടി ഇരിക്കണമെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ എന്തു ചെയ്യണം? ഞാൻ ആ യുദ്ധത്തിന് ഒരുങ്ങണോ വേണ്ടേ എന്ന് ദാവീദിനെ പോലെ ആലോചന ചോദിക്കുമെങ്കിൽ ദൈവത്തിനുള്ള ആലോചന നമുക്ക് ലഭിക്കും. ശത്രുവിനെ നമ്മൾ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ഒരു വലിയ നദിയിൽ ഒരു ചിറ പോലെ ദൈവം നമുക്കൊരു ചിറയായിട്ട് അവിടെ നിൽക്കും. അല്ലെങ്കിൽ ദൈവം നമുക്ക് മുന്നമേ ചെന്ന് അവരോട് യുദ്ധം ചെയ്യും. ഇത് നമുക്ക് വിശ്വാസികൾക്ക് വളരെയേറെ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്ന ഒരു വലിയ സംഭവമാണ്, അനുഭവങ്ങളാണ് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഊരിയാവിൻ്റെ ഭാര്യ ബേർശേബയിൽ മോഹമുണ്ടായപ്പോൾ ദാവീദ് അത് ദൈവത്തോട് ആലോചനയൊന്നും ചോദിക്കുന്നില്ല. പാപമാകുന്ന പിശാചിൻ്റെ ആലോചന മാത്രമാണ് ആ സമയത്ത് ദാവീദ് കേട്ടത്. അതുപ്രകാരമാണ് ഊരിയാവിനെ ഹീനമായി കൊല്ലിച്ച് ബേർശേബയെ താൻ സ്വന്തമാക്കിയ സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ പരിണിതഫലം ദാവീദ് പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നു. അവൻ ഒരുപാട് കരയേണ്ടി വന്നു. അവൻ്റെ രാജ്യസ്ഥാനത്തിന് ഒരുപാട് ഭീഷണികളെ അവന് നേരിടേണ്ടി വന്നു. സ്വന്തം മക്കളിൽ നിന്ന് പോലും അവന് ശത്രുത ഉണ്ടാവേണ്ട സാഹചര്യം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം. അത് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അതായിരിക്കണം, ദൈവത്തോട് ചോദിക്കുന്ന ആലോചനയായിരിക്കണം. നമ്മുടെ കർത്താവും പൂർണ്ണ മനുഷ്യനെന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളിലും പിതാവിനെ സമർപ്പിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച് അതുപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തല്ലോ. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.